നമസ്കാരം. പ്രാദേശിക വാർത്തകളുമായി BBC ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരവും ബാലസംഗമവും നടത്തി. LIC ഡെവലപ്മെന്റ് ഓഫീസറായി 25 വർഷം പൂർത്തിയാക്കിയ TR ജലദാസ് സിൽവർ ജൂബിലി ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും നടത്തി. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മണക്കാട് സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ക്രമക്കേടുകൾ നടക്കുന്നതായി മുൻ ഭാരവാഹികൾ. അനർട്ടും കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയും സഹകരിച്ച് സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് തുടക്കം കുറിച്ചുകൊണ്ട് കോതമംഗലത്ത് ആലോചന യോഗം നടന്നു. സോളാർ ഫോർ ഇന്ത്യ എന്ന പേരിൽ എറണാകുളത്ത് അന്തർദേശീയ സെമിനാറും നടത്തും. കരിമണ്ണൂർ കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. സ്പോർട്സ് ആൻഡ് ഗെയിംസ് വെൽഫെയർ അസോസിയേഷനും സ്പോർട്സ് ആയുർവേദ റിസർച്ച് സെൽ തൊടുപുഴയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പ് സന്തോഷ് ട്രോഫി താരം R. കണ്ടനും ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വിദഗ്ധ ഡോക്ടർ മിനി മോഹനും സന്ദർശിച്ചു. പുളിമൂട്ടിൽ സെൽസ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ചിത്രരചനാ മത്സരവും ബാലസംഗമവും നടത്തി. തൊടുപുഴ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന മത്സരം ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. എന്തായാലും നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചുകൂട്ടുകാരെല്ലാം ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ ഏറ്റവും പ്രാചീനം എന്ന് പറഞ്ഞാൽ എന്തോ വളരെ പഴയ ഒരു കലയാണ് ചിത്രരചന. നമുക്കറിയാം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ അവന് കഴിവ് ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായ ഒരു കലയാണ്. ഈ മനുഷ്യ സംസ്കാരം വികാസം പ്രാപിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ മുതലുള്ള ഒരു കലയാണ്. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നിങ്ങളെല്ലാം സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. മനുഷ്യന് എഴുതാനും വായിക്കാനും ഒക്കെ. ആലക്കോട് ശുദ്ധജല വിതരണ പദ്ധതിയുടെ പൈപ്പുകൾ പൊട്ടിയതിനെ തുടർന്നുണ്ടായ ജനങ്ങളുടെ ആശങ്ക അകറ്റുവാൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെത്തി. ഇഞ്ചിയാനിയിൽ ജനപ്രതിനിധികൾ, നാട്ടുകാർ എന്നിവരെ പൈപ്പ് തകരുവാനിടയായ സാഹചര്യം ഇവർ വിശദീകരിച്ചു. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ആന്റണി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് നാട്ടുകാരുമായി പ്രശ്നം ചർച്ച ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിം ബേബി, മുൻ പ്രസിഡന്റ് ടോമി കാവാലം തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. പിന്നെ കാശിങ്ങനെ കുറെ കിട്ടൂലോ. ഉണ്ടാക്കുന്നേ ബാക്കിയുള്ള ഇവിടെ കട്ടെടുത്തുണ്ടാക്കാം. ഒരു 4 കെട്ടം വെച്ചിട്ടുണ്ട്. ഡെയിലി വേസ് പണിക്കാരനാ. ഇന്ന് അവന്റെ ആസ്തി എത്ര, അവൻ ജോലി സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ കിട്ടുന്ന എത്ര നോക്കണം നമുക്ക്. ഇത് എവിടെ അവന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയാണോ അതൊക്കെ? അങ്ങനെയൊക്കെ ഞങ്ങൾ പറയും. കാരണം ഞങ്ങൾക്കുള്ള ദുരൂഹതകൾ മാറ്റി തരണം. അല്ലെ ആ താഴെയുള്ള ഒരു കരിങ്ക് നിലവിലുള്ളൊരു. കേരള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സ്വാഗത സംഘ കമ്മിറ്റി രൂപീകരിച്ചു. തൊടുപുഴ റെസ്റ്റ് ഹൌസ് ഹാളിൽ ചേർന്ന യോഗം CPI ജില്ലാ കൗൺസിൽ സെക്രട്ടറി KK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. KLIU സംസ്ഥാന ജനറൽ സെക്രട്ടറി T. അരവിന്ദൻ പിള്ള അധ്യക്ഷത വഹിച്ചു. K. സലിംകുമാർ, A. സുരേഷ് കുമാർ, V. പ്രമോദ്, സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിലെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്നതിന് വേണ്ടിയുള്ള പ്രചോദനം നൽകുന്ന ഒരു ടെക്നിക്കൽ വിഭാഗം ജീവനക്കാരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടന സംസ്ഥാന സമ്മേളനമാണ്. ഒന്ന്, നമ്മുടെ ഈ സംസ്ഥാനത്തെ കാർഷിക മേഖലയുടെ പുരോഗതിക്ക് വേണ്ടി കൃഷി വകുപ്പ് നിരവധിയായ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെങ്കിലും അതിന് വളരെയധികം ഗുണപ്രദമായ രീതിയിൽ ക്ഷീര വികസന മേഖലയുടെ പ്രവർത്തനത്തിന് വേണ്ടി, അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ക്ഷീര വികസന വകുപ്പ് പ്രത്യേകം ചെയ്യുന്നുണ്ടെങ്കിലും ഇവരുടെ എല്ലാം സംരക്ഷണം എന്ന് പറയുന്നത് വളരെ മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിൽ LIC ഡെവലപ്മെന്റ് ഓഫീസറായി 25 വർഷം പൂർത്തിയാക്കിയ TR ജലദാസ് സിൽവർ ജൂബിലി ആഘോഷിച്ചു. ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും നടത്തി. തൊടുപുഴ ഉല്ലാസ് ടവറിൽ നടന്ന പൊതുസമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ TG ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആ രംഗത്ത് കഠിനാധ്വാനം ചെയ്തുകൊണ്ട്
കേസായി നമ്മുടെ എല്ലാ സംഭാഷണം അതിൽ നിന്നും ഇപ്പോൾ പ്രൊമോഷൻ ലഭിച്ചു എന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ലളിതാ സ്റ്റേജിൽ ഏതാണ്ട് 100ഓളം ഏജന്റുമാരുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ 25 വർഷക്കാലത്തിനിടെ കൊണ്ട് 100ഓളം ഏജന്റുമാരെ ഈ രംഗത്ത് കൊണ്ടുവരുവാനും ആ രംഗത്ത് സജീവമായി പ്രവർത്തിക്കാനും ഉണ്ടാക്കിയ ഒരു സാഹചര്യം വളരെ നിസ്സാർത്ഥമായ രീതിയിലുള്ള കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മണക്കാട് സ്റ്റേഡിയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നതായി മുൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇത് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ക്രിക്കറ്റ് കളി പരിപോഷിപ്പിക്കാനായി സ്റ്റേഡിയം പണിയാനെന്ന പേരിൽ മണക്കാട് പഞ്ചായത്തിൽ 10.5 ഏക്കർ സ്ഥലം വാങ്ങിയതിൽ ക്രമക്കേടുകൾ ഉള്ളതായി മുൻ ഭാരവാഹികൾ ആരോപിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ക്രിക്കറ്റ് എന്ന് പറഞ്ഞ സ്പോർട്സിന്റെ പേരിൽ വലിയൊരു തട്ടിപ്പ് നടന്നു വരുന്നുണ്ട്. അതിന്റെ പിന്നിൽ നമുക്ക് ദയനീയമായ കാര്യം, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ ഇടുക്കി ജില്ലയിൽ നിന്നുള്ളവരാണ്. ശരി, ഇവർക്കെതിരെ ബാലാജയ്യക്കാർ കൊടുത്ത കേസിനകത്ത് ഓൾറെഡി എഫ്ഐആർ വന്നിട്ടുണ്ട്. ഈ 2 കേസിനകത്ത് KCA സെക്രട്ടറിയുടെ സ്വന്തം ജില്ലയിൽ ക്രിക്കറ്റ് ഒന്ന് പരിപോഷിപ്പിക്കണമെന്ന് പറഞ്ഞ ഇദ്ദേഹം മണക്കാട് ചിറ്റൂരൊരു 10 ഏക്കർ സ്ഥലം മേടിക്കാൻ തീരുമാനിച്ചു കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. അതിനകത്ത് ഇവർ ചെയ്തത് അതൊരു ഇന്റർനാഷണൽ സ്റ്റേഡിയം ആണെന്ന ഒരു പ്രചരണം മനഃപൂർവ്വം നടത്തി അവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഇതിന്റെ അടിയിലേക്ക് കൊണ്ടുവന്ന് ജനങ്ങളെ മിണ്ടാണ്ടാക്കി ഒരു ഭയങ്കര അഴിമതി എന്ന് പറയുന്ന നടത്തിയിട്ടുണ്ട്. ഇവർ ആദ്യമേ 10 ഏക്കർ സ്ഥലം മേടിക്കാൻ നേരത്തെ അവിടുത്തെ വസ്തു ഉടമസ്ഥരോട് ആവശ്യപ്പെട്ട കാര്യം ഈ 10 ഏക്കറിന് കണ്ണായ 1/2 ഏക്കർ സ്ഥലം വെച്ച് ഈ ബസ്സിൽ പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയുടെ പരാതിയിൽ പത്തനംതിട്ട സ്വദേശി പ്രതിയായ കേസിൽ മെയ് 2-ന് തൊടുപുഴ അഡീഷണൽ കോടതി ജഡ്ജി വിധി പറയും. നെടുങ്കണ്ടം സ്വദേശിയായ യുവതിയെ മാനഭംഗപ്പെടുത്തിയെന്ന കേസിലാണ് പത്തനംതിട്ട സ്വദേശി നവാസ് ഖാനെ പ്രതിയാക്കി നെടുങ്കണ്ടം പോലീസ് കേസെടുത്തത്. ബസ്സിൽ പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ച സംഭവത്തിൽ അറസ്റ്റിലായ യുവതിയുടെ പരാതിയിൽ പത്തനംതിട്ട സ്വദേശി പ്രതിയായ കേസിൽ തൊടുപുഴ 4-ാം അഡീഷണൽ കോടതി ജഡ്ജി ആനി ജോൺ മെയ് 2-ന് വിധി പറയും. നെടുങ്കണ്ടം സ്വദേശിയായ യുവതിയെ മാനഭംഗപ്പെടുത്തിയെന്ന കേസിലാണ് പത്തനംതിട്ട സ്വദേശി നവാസ് ഖാനെ പ്രതിയാക്കി നെടുങ്കണ്ടം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭർത്തൃ വീട്ടിൽ നിന്നും ചോറ്റുപാറയിലെ സ്വന്തം വീട്ടിലേക്ക് പോയപ്പോൾ സമീപത്തെ ബന്ധുവീട്ടിലെത്തിയ നവാസ് ബലം പ്രയോഗിച്ചു പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. ഗർഭിണിയായ യുവതി വീട്ടുകാരിൽ നിന്നും സംഭവം മറച്ചുവെച്ചു. വയറ്റിൽ മുഴയാണെന്നായിരുന്നു ബന്ധുക്കളോട് പറഞ്ഞത്. ഇത് നീക്കം ചെയ്യാൻ കഴിഞ്ഞ ജൂണിൽ കോട്ടയത്തെ ആശുപത്രിയിലേക്ക് പോകും വഴി ബസ്സിൽ പ്രസവിച്ചു. ബസ്സിനുള്ളിൽ കുഞ്ഞിനെ ഉപേക്ഷിച്ച് യുവതി കടന്നെങ്കിലും പിന്നീട് യുവതി എത്തി കുഞ്ഞിനെ ഏറ്റെടുത്തു. തുടർന്നാണ് നവാസ് ഖാനെതിരെ ഇവർ പരാതി നൽകിയത്. അനർട്ടും കോതമംഗലം രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റിയും സഹകരിച്ച് സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് തുടക്കം കുറിച്ചുകൊണ്ട് കോതമംഗലത്ത് ആലോചനാ യോഗം നടന്നു. സോളാർ ഫോർ ഇന്ത്യ എന്ന പേരിൽ എറണാകുളത്ത് അന്തർദേശീയ സെമിനാറും നടത്തും. അനർട്ടും കോതമംഗലം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും സംയുക്തമായാണ് സോളാർ ഡയറക്ടർ പ്രൊഫസർ എം ജയരാജു ആണ് പ്രകാശനം നിർവഹിച്ചത്. സൗരോർജ്ജ പദ്ധതികൾ രാജ്യത്തിന് അനിവാര്യമായിരിക്കുകയാണെന്ന് അനർട്ട് ഡയറക്ടർ പറഞ്ഞു. നമുക്കതിനകത്ത് അഭിമാനിക്കുകയും ചെയ്യാം. എന്റെ വീട്ടിൽ ഞാൻ എന്റെ വീട്ടിലേക്കുള്ള വൈദ്യുതി പോസ്റ്റുകൾ മണ്ണിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയെങ്കിലും വൈദ്യുതി വകുപ്പ് അധികൃതർക്ക് കുലുക്കമില്ല. തങ്ങൾ ഇത് എത്ര കണ്ടിരിക്കുന്നു എന്ന ഭാവത്തിലാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ. എന്തായാലും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയില്ലെങ്കിലും കേബിൾ സ്ഥാപിക്കാൻ കരാറെടുത്തിരിക്കുന്നവർ മണ്ണിൽ നിന്നും കണ്ടെത്തിയ പോസ്റ്റുകൾ പുറത്തെടുത്ത വഴിയരികിൽ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഏതാനും എണ്ണം ഒടിഞ്ഞ നിലയിലാണ്. വൈദ്യുതി പോസ്റ്റുകൾക്ക് ക്ഷാമം നേരിടുന്ന കാലഘട്ടത്തിൽ ഇത്തരം നശീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് വ്യാപകമായ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. കരിമ്പുഴൂർ കരുണ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു. കരിമ്പുഴൂർ, ഉടുമ്പന്നൂർ, നെയ്യശ്ശേരി സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. IFS പരീക്ഷയിൽ റാങ്ക് കരസ്ഥമാക്കിയ അരുൺ ലാലിനെയും MSc നഴ്സിംഗിൽ റാങ്ക് നേടിയ ഗ്രേസ് മരിയ ജോസിനെയും ചടങ്ങിൽ അനുമോദിച്ചു. പ്രസിഡന്റ് PV ഡാമിയൻ അധ്യക്ഷത വഹിച്ച യോഗം റവറന്റ് ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. പണ്ടൊക്കെ SSLCയുടെ റിസൾട്ട് അറിയുമ്പോൾ നമ്മൾ കാത്തിരിക്കുമായിരുന്നു. ഇന്ന ദിവസം റിസൾട്ട് വരുമെന്ന് കേൾക്കുമ്പോഴേ കുറെ കുട്ടികളുടെയൊക്കെ മനസ്സിൽ വലിയ സംഘടനമാണ്. എന്നാണ് ഈ ഫോട്ടോ എടുക്കാൻ വരിക? ഇപ്പൊ അങ്ങനെയുള്ള വഴിത്തല തൃക്കേക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ മെയ് 1 മുതൽ 11 വരെ ശിവപുരാണ ഏകദശ മഹായജ്ഞം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വഴിത്തല തൃക്കേക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ 2013 മെയ് 1 മുതൽ 11 വരെ ശ്രീമദ് ശിവപുരാണ ഏകാദശ മഹായജ്ഞം നടക്കും.
വഴിത്തല തൃക്കേക്കുന്ന് മഹാദേവ ക്ഷേത്രത്തിൽ ആദ്യമായി നടക്കുന്ന ശിവപുരാണ മഹായജ്ഞത്തിൽ ബ്രഹ്മശ്രീ CK പ്രേമചന്ദ്രൻ വടക്കൻ പറവൂരാണ് യജ്ഞാചാര്യൻ. ബ്രഹ്മശ്രീ പുതുമന നീലകണ്ഠ ശർമ്മ, തൃക്കൊടിത്താനം വിശ്വനാഥൻ, പ്രസാദ് ചാലാപ്പള്ളി, അനിൽകുമാർ ചാലാപ്പള്ളി എന്നിവർ സഹ ആചാര്യന്മാരാണ്. ഒത്തിരി കാലപ്പഴക്കമുള്ള അമ്പലമാണ്, ശിവപുരാതനമായ ക്ഷേത്രമാണ്, ശിവന്റെ പ്രതിഷ്ഠ ക്ഷേത്രമാണ്. എങ്കിലും ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ഒത്തിരി കാലപ്പഴക്കം കൊണ്ട് തന്നെ നശിക്കാൻ പോയി കിടന്ന ക്ഷേത്രമാണ്. ഒരു 10-12 വർഷക്കാലത്തെ അവിടെയുള്ള ആളുകളുടെ ഹൈന്ദവരുടെ ശ്രമം കൊണ്ടാണ് ഇത്രയും വളർന്നു വരാൻ ക്ഷേത്രം സാധിച്ചത്. അവധിക്കാലം ആഘോഷമാക്കിയ ഒരു കൂട്ടം കുട്ടികൾ. തൊടുപുഴ ന്യൂമൻ കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന സമ്മർ കോച്ചിംഗ് ക്യാമ്പിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉൾപ്പെടെ 200ഓളം പേരാണ് പങ്കെടുക്കുന്നത്. സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷനും സ്പോർട്സ് ആയുർവേദ റിസർച്ച് തൊടുപുഴയും സംയുക്തമായി തൊടുപുഴ ന്യൂമൻ കോളേജ് ഗ്രൗണ്ടിൽ നടത്തുന്ന സമ്മർ ക്യാമ്പ് സന്തോഷ് ട്രോഫി താരം ആർക്കാണനെ സന്ദർശിച്ചു. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വിദഗ്ധ ഡോക്ടർ മിനി മോഹൻ ക്ലാസ് എടുത്തു. ഫുട്ബോളിൽ പ്രഗത്ഭരായ കുട്ടികളെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ക്യാമ്പാണിത്. ഈ ക്യാമ്പിൽ അത്ലറ്റ്സുകൾക്കും അതുപോലെ സ്പോർട്സ് പ്ലെയേഴ്സിനും വേണ്ടി ഏതൊക്കെ തരത്തിലുള്ള ഫുഡ് ഐറ്റംസ്, അതുപോലെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ എങ്ങനെയാണ് അവർ കഴിക്കേണ്ടത് അതിനെപ്പറ്റിയുള്ള ഒരു അവയർനെസ് പ്രോഗ്രാമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ അശ്രദ്ധമായി വാഹനം ഓടിച്ച് തുറന്നുണ്ടായ അപകടത്തിൽ നിന്നും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശനിയാഴ്ച പുലർച്ചെ വിമല പബ്ലിക് സ്കൂളിന് സമീപമാണ് അപകടം ഉണ്ടായത്. താഴ്ചയിലേക്ക് പതിച്ച ഓമ്നി കാർ മറിയാതെ ഓടിച്ചു നിൽക്കുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ഇനി തൊമ്മൻകുത്തി ജോയിയുടെ കവിത. SSLC പരീക്ഷാ ഫലത്തെ ആസ്പദമാക്കി തൊമ്മൻകുത്തി ജോയി പൂവ് എന്ന കവിതയാണ് ഇന്ന് ആലപിക്കുന്നത്. നിങ്ങളും ഞങ്ങളും മക്കളല്ലേ, മണ്ണു വീണാക്കേണ്ട പൂക്കളല്ലേ, പൂങ്കാവനത്തിലെ തന്നലും മിന്നലും പൊത്തിപ്പിടിക്കാനും ആശയില്ലേ, പൊത്തിപ്പിടിക്കാനും ആശയില്ലേ. നിങ്ങളും ഞങ്ങളും മക്കളല്ലേ, മണ്ണു വീണാക്കേണ്ട പൂക്കളല്ലേ. 100 മേനിപ്പൂക്കൾ ഉച്ചത്തിലൊന്നിച്ച് പൊക്കത്തിലാടിക്കളിച്ചിടുമ്പോൾ, 100 മേനിപ്പൂക്കൾ ഉച്ചത്തിലൊന്നിച്ച് പൊക്കത്തിലാടിക്കളിച്ചിടുമ്പോൾ, റാണിക്ക് പൂമ്പൊടി കിണ്ണം നിറയ്ക്കുവാൻ തേനീച്ച പാറി പറന്നിടുന്നു, റാണിക്ക് പൂമ്പൊടി കിണ്ണം. KGOE സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചിത്രരചന മത്സരത്തിലെ വിജയികൾക്ക് ചിത്രകലാ അധ്യാപകരായ PK മോഹനൻ, MR മനോജ്, KK ഗോപി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഇതൊരു മത്സരമായിട്ട് ചിത്രകലയെ അങ്ങനെ നമ്മൾ നോക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ പരിഗണിക്കേണ്ട ആവശ്യങ്ങളില്ല. പ്രത്യേകിച്ച് കുട്ടികളുടെ ഒരു ചിത്രകല വാസനയെ പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ഫസ്റ്റ് സെക്കൻഡ് എന്നൊക്കെ നമുക്ക് വേർതിരിച്ചറിയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നുകൊണ്ട് മാത്രം നമ്മൾ ഇതിനെ ഒരു മാർക്കിട്ട് ഒരു അത്തരത്തിൽ ഒരു നിർണ്ണയത്തിലേക്ക് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതിലിപ്പോൾ ഈ ഫസ്റ്റ് സെക്കൻഡ് കിട്ടാത്തവരോ